വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നൊരു ഏലിയൻ പടം റിയാക്ട് ചെയ്യാം. ഏലിയൻ പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് വായിച്ചപ്പോൾ ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് നെയിം ഇസ് എമിലി ബ്ലണ്ട്. എമിലി ബ്ലണ്ട് ആണ് ലീഡ് ക്യാരക്ടർ. ഇതിനകത്ത് വെരി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എന്റെ ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ ട്രെയിലർ കണ്ടുപോകാം. ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, ഞാനത് കാണാതെ വെച്ചിരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ അത് കാണാം. ദ നെയിം ഓഫ് ദ മൂവി ഈസ് ഡിസ്ക്ലോഷർ ഡേ. എമിലി ബ്ലണ്ടിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എമിലി ബ്ലണ്ട് ഹാസ് ആക്ടഡ് ഇൻ ദ ക്വയറ്റ് പ്ലേസ് 1 and 2 and her husband is also an actor, ജോൺ ക്രസിൻസ്കി തന്നെയാണ് ക്വയറ്റ് പ്ലേസ് 1ഉം 2ഉം ചെയ്തിട്ടുള്ളത്. 3 വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. എമിലി ബ്ലണ്ട് വാസ് an actor ഫ്രം ചെറിയ റോളായിരുന്നു. ഡെവിൾ വെയർസ് പ്രാഡ എന്ന് പറഞ്ഞിട്ടുള്ള ആൻ ഹാത്തവേ ലീഡ് ക്യാരക്ടർ. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു ഡെവിൾ വെയർസ് പ്രാഡ. ബോത്ത് ആർ വെരി ഫണ്ണി പീപ്പിൾ. പ്രത്യേകിച്ച് എമിലി ബ്ലണ്ട് ഭയങ്കര ഫണ്ണിയാണ്. എമിലി ബ്ലണ്ട് ലാസ്റ്റത്തെ ബിഗ് റോൾ വാസ് ഇൻ ഓപ്പൻഹൈമറിൽ ലീഡ് ആക്ട്രസ് ആയിരുന്നു എമിലി ബ്ലണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയാണ് ഇത്. ഈ മൂവിക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഡയറക്റ്റഡ് ബൈ സ്റ്റീവൻ സ്പീൽബർഗ്. ഏലിയൻ സിനിമക്ക് ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയ ഒരു ഡയറക്ടറാണ് സ്റ്റീവൻ സ്പീൽബർഗ്. E.T. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന്റെ സിനിമയാണ്. ബേസ്ഡ് ഓൺ എ സ്റ്റോറി ഓൺ സ്പീൽബർഗ്. സ്പീൽബർഗ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലെറ്റ്സ് ജംപ് ഇൻടു ദി ട്രെയിലർ. ഡിസ്ക്ലോഷർ ഡേറ്റ്. If you found out we weren't alone, if someone showed you, proved it to you, would that frighten you? Good morning, Kansas City. Let's take a look at today. Okay, this is studio new film. Today is today's. എന്താണ് സംഭവിക്കുന്നത്? What's happening? Okay, that People have a would right to be know the truth. alien language. It belongs to 7 billion people. What is ഈ it? actor എനിക്കറിയാം. You He's won't very believe me famous. if I told you. So I mean, I'll very show good you. actor, not famous. What are you gonna do? Full disclosure to the whole world. All at once. People keep wondering. Encountering the unknown. They're coming! They're coming! They are starved for the truth. Do you think there could be others? Why would he make such a vast universe? Yet save it only for us? Story by Steven Spielberg. Okay, summer 2026. അപ്പോൾ ഏലിയനെ കാണിച്ചിട്ടില്ല. ഏലിയൻ ഈസ് സംഹൗ കൺട്രോളിങ് സം ഗൈ ആൻഡ് ദാറ്റ് ഗൈ മസ്റ്റ് ബി ദ വില്ലൻ. ആ ഒരു ലാംഗ്വേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ദിസ് ഈസ് ആക്ച്വലി എ ടീസർ, നോട്ട് എ ട്രെയിലർ. എമിലി ബ്ലണ്ടിന്റെ ആക്ടിംഗ് സ്കിൽസ് വെരി ബ്രില്യന്റ് ആക്ടർ എമിലി ബ്ലണ്ട്. ഇമോഷൻസ് ഒക്കെ കാണിക്കുന്ന ആക്ടിങ്ങിൽ വെരി ബ്രില്യന്റ് ആണ് എമിലി ബ്ലണ്ട്. പിന്നെ ഈ ട്രെയിലറിൽ എന്താ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ ഒരു സൈൻ പോലെ വരുന്നത് കാണിക്കുന്നുണ്ട്. അത് അമേരിക്കയിൽ മാത്രമുള്ള ഏലിയൻസ്. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഏലിയൻസിനെ കണ്ടതായിട്ടൊന്നും വാർത്തൊന്നും കാണാറില്ല. ബട്ട് ദർ ആർ ജെനുവൻ റിപ്പോർട്ട്സ് അബൌട്ട് ഏലിയൻസ് ഇൻ അമേരിക്ക. ഡേവിഡ് ഫ്രേസർ എന്ന് പറഞ്ഞ ഒരു കമാൻഡർ പൈലറ്റിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആൻഡ് ഓൾസോ ഹിസ് എക്സ്പീരിയൻസ് ആസ് സീയിങ് ഏലിയൻ ഷിപ്പ് ഫ്രം ഹിസ് ഫൈറ്റർ ജെറ്റ്. അതിനെക്കുറിച്ച് പറയുന്നത് അത് ജെനുവൻ റിപ്പോർട്ടായിരുന്നു. ആക്ച്വലി അത് ഗവൺമെന്റ് ഓതറൈസ് ചെയ്ത റിപ്പോർട്ടാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് അബൌട്ട് ഏലിയൻ എൻകൗണ്ടറിനെ കുറിച്ച് അദ്ദേഹം വെരി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട് ഇൻ ജോ റോഗൻസ് പോഡ്കാസ്റ്റ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ വെക്കാം. കാരണം അതെല്ലാവരും കണ്ടിരിക്കണം. കാരണം ഏലിയൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. ആക്ച്വലി ടെക്നിക്കലി alien is possible, the universe is very vast. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റാർ പ്രോക്സിമ സെഞ്ചുറി, അതിലോട്ട് എത്താനായിട്ട് 4.5 ലൈറ്റ് ഇയേഴ്സ് വേണം. ഓക്കെ, അവിടെ ഇതേപോലെ എർത്തിന്റെ ഡബിൾ വലിപ്പമുള്ള ഒരു പ്ലാനറ്റ് ഉണ്ടെന്നും അത് ഗോൾഡിലോക്ക് സോണിലാണെന്നും അവിടെ ലൈഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഉള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നാസയുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4.5 ലൈറ്റ് ഇയേഴ്സ് അവേ ഉള്ള സ്റ്റാറിലോട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ അച്ചീവബിൾ സ്പീഡ്, അതായത് എനിക്ക് തോന്നുന്ന ഒരു സൂര്യനെ വീക്ഷിക്കാനായിട്ട്
ആയിട്ട് ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ് വിട്ടിരുന്നു നാസ. അതാണ് ഏറ്റവും സ്പീഡുള്ള ഒബ്ജക്ട്. ഇൻവെൻഷൻ ഓഫ് മാൻകൈൻഡിൽ ഏറ്റവും സ്പീഡുള്ള ഒബ്ജക്ട് ആ സ്പേസ് പ്രോബാണ്. ആ പ്രോബിന്റെ സ്പീഡിൽ പോയാൽ പോലും, ആ പ്രോബിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റിന്റെ വീഡിയോ വെക്കണ ബുള്ളറ്റിന്റെ സ്പീഡിന്റെ ഒക്കെ എത്ര ഇരട്ടി കിലോമീറ്റർ പെർ അവർ ഇരട്ടിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പീഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വി വിൽ ഹാവ് ടു വെയിറ്റ് 70,000 years ടു റീച്ച് ദ നിയറസ്റ്റ് സ്റ്റാർ. ഓക്കെ, 70,000 വർഷം വേണം തൊട്ടടുത്തുള്ള സ്റ്റാറിലോട്ട് നമുക്ക് എത്താനായിട്ട്. അപ്പൊ അത്രയും വാസ്റ്റാണ് നമ്മുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത സ്റ്റാറാണ്. അത് നമ്മുടെ ഗാലക്സിയിൽ തൊള്ള തന്നെ സ്റ്റാറാണ്. നമ്മുടെ ഗാലക്സി 100 ബില്യൺ സ്റ്റാർസ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സിയിൽ ഓൺലി 2.1 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അവയിലാണ് നമ്മുടെ തൊട്ടടുത്ത ഗാലക്സി ഉള്ളത്, ആൻഡ്രോമേഡ ഗാലക്സി. അത് നമ്മുടെ ഗാലക്സിയുടെ ഇരട്ടി വലിപ്പമുണ്ട് ആൻഡ്രോമേഡ ഗാലക്സി. ഇങ്ങനത്തെ 2 ട്രില്യൺ ഗാലക്സീസ് ഉണ്ട് ഒബ്സർവബിൾ യൂണിവേഴ്സിൽ. 2 ട്രില്യൺ ഗാലക്സീസ്. ഏലിയൻ ഇല്ല എന്ന് പറയേണ്ട അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് ഒബ്സർവ് ചെയ്തേക്കണ എന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ്. അതായത് ഓഷ്യൻ ആണ് യൂണിവേഴ്സ്. നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയേക്കണത് ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ സാധാരണ കുടിക്കുന്ന ഗ്ലാസ് വെള്ളം. ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മീനൊന്നും കണ്ടില്ല. ഈ ഗ്ലാസ്സിൽ മീനില്ലാത്തത് കാരണം ഈ ഓഷ്യനിലൊന്നും മീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഏലിയൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഡേവിഡ് ഫ്രേജറിന്റെ ജോ റോഗൻ എപ്പിസോഡ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ലിങ്ക് കൊടുക്കാം, കാണാൻ പറ്റുന്നവർ കാണണം. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there has been sightings which is true, scientific evidence ഉള്ള sightings about aliens and alien objects ഉണ്ടായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇത്. ഏലിയൻ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. മില്യൺസ് ഓഫ് സ്റ്റോറീസ് നമുക്ക് ഏലിയൻസ് വരുന്നതിനെ കുറിച്ച് ഉണ്ടാക്കാൻ പറ്റും. മില്യൺസ് ഓഫ് സ്റ്റോറീസ്. അതിൽ കുറച്ചേ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ സ്റ്റീവൻ സ്പിൽബർഗിന്റെ സ്റ്റോറി അടിപൊളിയായിരിക്കും, നമുക്ക് വിശ്വസിക്കാം. മലയാളം ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യാൻ പറയുന്നവരുടെ അടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലർ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൂടെ ഒന്നും തോന്നണ്ടേ, വ്യൂവേഴ്സിന് വേണ്ടി മാത്രം ചെയ്യാനായിട്ടുള്ള പരിപാടി നടക്കൂല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ എനിക്ക് ജെനുവിനായിട്ട് നിങ്ങളെടുത്ത് വർത്താനം പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫേക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു 100% കൊള്ളില്ലാത്ത മൂവിയാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ ഫസ്റ്റ് ഡേ പോയി ഫസ്റ്റ് റോളിലിരുന്ന് അതിരുന്ന് കണ്ടിട്ട് അത് ഉടനടി വന്നിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ആ സിനിമ നല്ലതാണെന്ന് പുറത്തുനിന്ന് റിപ്പോർട്ട് വരണം, എനിക്ക് അതിനെക്കുറിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് മാനസികമായിട്ട് ഒരവസ്ഥ ഉണ്ടായാലും ഞാൻ ആ സിനിമ പോയി കാണുള്ളൂ, എന്നിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറയുള്ളൂ. അല്ലാതെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്നും ചെയ്യൂല. എനിക്കറിയാം വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഇതുവരെ വലിയ വ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഒറിജിനാലിറ്റിയിൽ മുമ്പോട്ട് പോവാ, അതേ ഉള്ളൂ ആകെ നമ്മുടെ കയ്യിൽ. നമ്മുടെ ഒറിജിനാലിറ്റി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതൊരു സാധാരണ ട്രെയിലർ ആയിരുന്നു, ഇതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിയില്ല. സിനിമ അടിപൊളിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഐ ലൈക്ക് ദ ആക്ടർ എമിലി ബ്ലണ്ട്, ഐ ലവ് ഹെർ ആക്ടിങ് ആൻഡ് അത് കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്ത പ്രാവശ്യം കാണുന്നവരെ പീസ് ആൻഡ് ലവ്. ബൈ ബൈ.